ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 16 രാത്രി 11:39 കർക്കിടക രവി സംക്രമമാണ്. അതായത് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. കർക്കിടക രാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. അങ്ങനെ സൂര്യനും ഗുരുവുമായിട്ട് കർക്കിടക രാശിയിൽ യോഗം ചെയ്യുന്നു. അപ്പോൾ സൂര്യൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റവും ഗുരു സൂര്യ യോഗവും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 ജൂലൈ 16 രാത്രിയാണ് കർക്കിടക രവി സംക്രമം. സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. കർക്കിടക രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ദക്ഷിണായന കാലത്തിൻ്റെ സമാരംഭമാണ്, ജൂലൈ 16 മുതൽ. അപ്പോൾ ഇത്തവണത്തെ കർക്കിടക സംക്രാന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർക്കിടക രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം ഉച്ച സ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ സൂര്യനും ഗുരുവുമായിട്ടുള്ള യോഗം, അതായത് രണ്ട് സാത്വിക ഗ്രഹങ്ങളുടെ യോഗം കർക്കിടക രാശിയിൽ വരുന്നു. അത് അത്യപൂർവമായിട്ടുള്ള ഒരു യോഗമായിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ആത്മകാരകനായിട്ടുള്ള സൂര്യനും ധർമ്മകാരകനും ജ്ഞാനകാരകനും സർവേശ്വരകാരകനുമായിട്ടുള്ള ഗുരുവും കർക്കിടക രാശിയിൽ യോഗം ചെയ്യുകയാണ്. അപ്പോൾ ഉയർന്ന ലക്ഷ്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാനാകും. പൊതുവെ ആത്മവിശ്വാസം കൂടുന്ന സമയമാണ്. നല്ല ചിന്തകൾ, സത്പ്രവർത്തനങ്ങൾ, ഉയർന്ന ബുദ്ധി ഈ സമയത്ത് പൊതുവെ ഉണ്ടാകാവുന്ന സമയമാണ്. ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കർമ്മമേഖലയിൽ ഉയർച്ച, അംഗീകാരം, പൊതുജനപ്രീതിയൊക്കെ കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ആത്മജ്ഞാനം ആർജിക്കുന്നതിനും ഈശ്വര കടാക്ഷം ലഭിക്കുന്നതിനും അനുകൂല സമയമാണ്. ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും പ്രത്യേകിച്ച് കർക്കിടക ഈ സൂര്യൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റവും സൂര്യഗുരു യോഗവും വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും കർക്കിടക രവി സംക്രമവും അതുപോലെ സൂര്യ ഗുരു യോഗം കർക്കിടക രാശിയിൽ വരുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയെന്ന് നോക്കാം. ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16 അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ആ സൂര്യൻ അഷ്ടമ രാശിയിൽ ഉണ്ടായിരിക്കും. അഷ്ടമരാശിയിൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം പൊതുവെ അഷ്ടമരാശിയിൽ സൂര്യനും ഗുരുവുമായിട്ട് യോഗം ചെയ്യുന്നു. ഒരു സഡൻ ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. പൊതുവെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ഇൻഹെറിറ്റൻസ് വഴിയോ ഇൻഷുറൻസ് വഴിയോ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജോയിൻ്റ് ഫൈനാൻസ് വഴി നേട്ടങ്ങളുണ്ടാകും. ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുന്നതിനും അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ വിജയകരമാകുന്ന സമയമാണ്. ഇപ്പോൾ പൊതുവേ നമുക്ക് വിജയത്തിന് ആധാരമെന്ന് പറയുന്നത് ഹാർഡ് വർക്ക് തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയത്തുണ്ടാകണം. സഡൻ പരിവർത്തനത്തിൻ്റെ സമയമാണ്. ഏത് കാര്യത്തിലും ആഴത്തിൽ ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 12 വരിക എന്ന് പറയുമ്പോൾ പിതാവിന് ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം സാൻമാർഗികമല്ലാത്ത പ്രവർത്തനങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ, ചില വെല്ലുവിളികൾ ചിലപ്പോൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് സീനിയർ അധ്യാപകരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം.
ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പിതാവുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ചിലർക്ക് ഇമോഷണലായിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതേസമയം മതവിശ്വാസത്തിലും ആചാരങ്ങളിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ തന്നെ ശ്രദ്ധ കൂടുന്നത് നല്ലതാണ്. ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മുതിർന്നവരുമായിട്ട് ആലോചിക്കുന്നത് ഗുണം ചെയ്യും. അത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കും. ആരോഗ്യകാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നാഭിക്ക് താഴെ ശരീരഭാഗങ്ങളിൽ ചെറിയ ക്ലേശം ചിലർക്കുണ്ടായെന്ന് വരാം. അഷ്ടമഭാവം കർക്കിടക രാശി ആയതുകൊണ്ട് ജലജന്യമായിട്ടുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്കുണ്ടായെന്ന് വരാം. അതേസമയം ഈ ഗവേഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക്, അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ബാങ്കിങ്, ഇൻഷുറൻസ്, ടാക്സ്, റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ജോയിൻ്റ് അസറ്റ് വർദ്ധിപ്പിക്കുന്നതിന് ശ്രമിക്കും. ദീർഘകാല നേട്ടങ്ങൾ കിട്ടുന്ന കൂട്ടുസംരംഭങ്ങളിലൊക്കെ ചിലപ്പോൾ പണം മുടക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. തൊഴിലിടത്ത് നിലവിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, വെല്ലുവിളികൾ ഇവയൊക്കെ തരണം ചെയ്യാൻ കഴിയും. സൂര്യനും ഗുരുവും ഒക്കെ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി തലത്തിലൊക്കെ ഉത്തരവാദിത്വം കൂടുന്ന സമയമാണ്. ഫാമിലി മൂല്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ചിലർക്കുണ്ടാകാം. ജീവിത പങ്കാളി വഴിയോ അവരുടെ ഫാമിലി വഴിയോ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചിലർക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാം. പിതാവിൽ നിന്നും സാമ്പത്തിക നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം അനുവദിച്ച് കിട്ടുന്നതിനുള്ള കാലതാമസങ്ങളൊക്കെ മാറിക്കിട്ടും. ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം. സംസാരത്തിൽ അനുകൂലമാണെങ്കിൽ തന്നെയും ചില ഈഗോ ഇഷ്യൂസ് ചിലപ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 2 വരുമ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ നമുക്ക് ഈ കുടുംബാംഗങ്ങളുമായിട്ട് പരസ്പര ബഹുമാനം അനിവാര്യമായിട്ടുള്ള സമയമാണ്. അച്ചടക്കം ആവശ്യമായിട്ടുള്ള സമയമാണ്. അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ട് വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈശ്വരചിന്ത കൂട്ടുന്നത് നല്ലതാണ്. യോഗ, ധ്യാനം ഇവയിലൊക്കെ ഏർപ്പെടുന്നതും വളരെ ഗുണം ചെയ്യും. അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ കുറയ്ക്കുന്നതിനൊക്കെ സഹായകമാകും. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ഈശ്വരീയമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ആഗസ്റ്റ് 16 ആകുമ്പോൾ സൂര്യൻ ആ ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തൊക്കെ വരുന്നത് ചില ഭാഗ്യാനുഭവങ്ങൾക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ ഈ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും സൂര്യനും ഗുരുവുമായിട്ട് കർക്കിടക രാശിയിൽ യോഗം ചെയ്യുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമഭാവാധിപനാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ആ സൂര്യൻ 7ാം ഭാവരാശിയിൽ ഉണ്ടാകും. 7ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. സൂര്യനും ഗുരുവുമായിട്ടുള്ള യോഗം 7ാം ഭാവരാശിയിലാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് 7ാം ഭാവം എന്ന് പറയുമ്പോൾ വിവാഹം, ദാമ്പത്യബന്ധം, പാർട്ട്ണർഷിപ്പ്, പബ്ലിക് ഡീലിങ്സിൻ്റെയൊക്കെ സ്ഥാനമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് വിവാഹ ആലോചനകൾക്കൊക്കെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് സ്പിരിച്വലി ഇൻവോൾവ് ആയിട്ടുള്ള ബുദ്ധിമതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ കഴിയും. വിവാഹ നിശ്ചയത്തിനും സാധ്യതയുള്ള സമയമാണ്. ദാമ്പത്യ ബന്ധമൊക്കെ ഓക്കെയാണ്. എങ്കിലും ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാം. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ നിലവിലുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ദമ്പതിമാർക്ക് പ്രത്യേകിച്ച് കൂട്ടായിട്ടുള്ള എന്തെങ്കിലും മുതൽ മുടക്കിനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകാം. അത് പ്രത്യേകിച്ച് ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പദ്ധതികൾക്കുള്ള രൂപം ഈ സമയത്തുണ്ടാകാം. അതുപോലെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഗുണം ചെയ്യും. അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഗുണാനുഭവം ഉണ്ടാകും.
അതൊക്കെ നമുക്ക് ബിസിനസ്സിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് അനുകൂല സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപനാണ് 7-ൽ വരുന്നത് എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഈ ചിലർക്ക് പ്രത്യേകിച്ച് ഈ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ സംശയങ്ങൾ ഒക്കെ ഉണ്ടായെന്ന് വരാം. തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാം. അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. 7-ൽ ആ സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ, അവഹേളനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അവിടെയൊക്കെ ശ്രദ്ധിക്കുക. കൂട്ടു ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ വിപുലമാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ ഈ പുത്തൻ കരാറുകൾ ലഭിക്കുന്നതിനൊക്കെ കരാറുകളിലൊക്കെ ഒപ്പിടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് യാത്രകളിലും അതുപോലെ മറ്റുള്ളവരോട് ഇടപെടുന്നതിലുമൊക്കെ ഒരു കെയർ വേണം. അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 12-ലാണ് വരിക എന്ന് പറയുമ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അതിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയും. ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ ഈ യാത്രകൾക്കും സ്പിരിച്വൽ കാര്യങ്ങൾക്കുമൊക്കെ ചിലപ്പോൾ ചിലവ് കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. രോഗക്ലേശങ്ങളിൽ പൊതുവെ ആശ്വാസം ഉണ്ടാകും. സൂര്യനും ഗുരുവും ഒക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നല്ലതാണ്. ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി തലത്തിലൊക്കെ നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ഗൈഡൻസ് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത് സഹായകമാകും. പൊതുവെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു പക്വത ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അത് കൂടുതൽ അച്ചടക്കം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. ആത്മീയ ചിന്ത കൂടുന്നതും വളരെ ഗുണം ചെയ്യും. അപ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ വരുമ്പോൾ അല്പം ക്ഷമയൊക്കെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു പോവുക. പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ആത്മജ്ഞാനം ആർജിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് ഏതു തരത്തിലുള്ള ക്രൈസിസും മാനേജ് ചെയ്യുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും സൂര്യനും ഗുരുവുമായിട്ട് കർക്കിടക രാശിയിൽ യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും 7-ാം ഭാവാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ ജൂലൈ 16-ന് രാത്രി 6-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ഏകദേശം 1 മാസം സൂര്യൻ 6-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 6-ൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സൂര്യനും ഗുരുവുമായിട്ട് 6-ൽ യോഗം ചെയ്യുന്ന സമയമാണ്. അപ്പം പ്രത്യേകിച്ച് 6-ൽ സൂര്യനും ഗുരുവുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ നമ്മുടെ ദിനചര്യകളിൽ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ തലത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലിടത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ധനപരമായിട്ട് ചില നേട്ടങ്ങളും ഈ സമയത്ത് തൊഴിൽപരമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കടബാധ്യത കുറയ്ക്കുന്നതിന് അനുകൂല സമയമാണ് 6-ലെ സൂര്യനും ഗുരുവും 6-ൽ വരിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ സഡൻ പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്ത് കാര്യക്ഷമത കൂടും. അതൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അത് ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ടെസ്റ്റിൽ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മോണിറ്ററി ഗെയിൻ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിക്ക് പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് 6-ലേക്ക് വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് തൊഴിലിടത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അത് വിദേശത്തൊക്കെയാണ് ജീവിത പങ്കാളി തൊഴിൽ അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നു.
അപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധ വേണം. തർക്കങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതുപോലെ ചിലർക്ക് ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പം വിവാഹ ആലോചനകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില നിയമപ്രശ്നങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. ബിസിനസ് ആവശ്യത്തിനൊക്കെ ചിലപ്പോൾ ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. കരാർ വർക്ക് ചെയ്യുന്നവർക്ക് പണം കിട്ടുന്നതിന് ചിലപ്പോൾ അല്പകാലതാമസം നേരിട്ടു എന്ന് വരാം. ജന്മ രാശ്യാധിപൻ ശനിയാണ്. ശനി ജൂലൈ 27 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അല്പം ശ്രദ്ധിക്കണം. ആഹാരത്തിലൊക്കെ കെയർ വേണം. ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ, ചിട്ടയായ വ്യായാമത്തിലൂടെയൊക്കെ, യോഗയിലൂടെയൊക്കെ തന്നെ ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. ഇപ്പോൾ 6 സൂര്യൻ അതിന് വഴിതെളിക്കും. തൊഴിലിടത്ത് ഹാർഡ് വർക്ക് നടത്തുന്നതിനും അതുപോലെ തൊഴിൽ കാര്യക്ഷമത കൂട്ടുന്നതിനും പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ ലീഡർഷിപ്പ് തലത്തിലൊക്കെ ഉയരുന്നതിനൊക്കെ 6 സൂര്യൻ സഹായകമാണ്. അതുപോലെ തന്നെ ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദിനചര്യകളൊക്കെ സുഗമമായി മുന്നോട്ട് പോകും. വ്യവഹാര കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളുള്ളവർക്ക് അതിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം സൂര്യനും ഗുരുവും ഒക്കെ 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 12ലൊക്കെ സൂര്യൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒരു ധനച്ചെലവ്, അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ കഴിവതും നമ്മൾ ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിന് ശ്രമം ഉണ്ടാകണം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ഉണ്ടാകാം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. 6 നിൽക്കുന്ന സൂര്യനും ഗുരുവും 12ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷണം ഊർജിതമാകും. അതുപോലെ ചിലർക്ക് ഉപജീവനാർത്ഥം ചിലപ്പോൾ സഡനായിട്ടുള്ള ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ചിലർക്ക് മെഡിക്കൽ എക്സ്പെൻസ് കൂടുന്നതിന് സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടുന്നത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കും. ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും. പ്രത്യേകിച്ച് യോഗ, ധ്യാനം ഇവയൊക്കെ ശീലിക്കുന്നത് മനോബലം കൂടുന്നതിനും സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും അനുകൂലമാണ്. അതുപോലെ ഉറക്കക്കുറവ് പരിഹരിക്കുന്നതിനും ഒക്കെ തന്നെ ആത്മീയ ചിന്ത കൂട്ടുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കർക്കിടക രാശിയിൽ സൂര്യനും ഗുരുവുമായിട്ട് യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ 6ാം ഭാവാധിപനാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16 രാത്രി 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ആ സൂര്യൻ 5ാം ഭാവരാശിയിൽ ഉണ്ടാകും, ഏകദേശം 1 മാസം. 5ാം ഭാവരാശിയിൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ 5ൽ സൂര്യനും ഗുരുവുമായിട്ട് 2 സാത്വിക ഗ്രഹങ്ങളുടെ യോഗം 5ാം ഭാവരാശിയിൽ വരുന്ന സമയമാണ്. പൊതുവെ അത് വലിയ ഗുണാനുഭവം ആ സൂര്യനും ഗുരുവുമായിട്ടുള്ള യോഗം 5ൽ വരുന്നത് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് 5ാം ഭാവം എന്ന് പറയുമ്പോൾ 5ാം ഭാവത്തിൽ സൂര്യനും ഗുരുവൊക്കെ യോഗം ചെയ്യുന്നത് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിൽ, പ്രൊഫഷണൽ തലത്തിൽ, ഇൻ്റലിജൻസ് തലത്തിൽ ഒക്കെ തന്നെ തിളങ്ങുന്ന സമയമായിരിക്കും. ഇപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് തന്നെ പറയാം. തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കരിയർ ഗ്രോത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ കലാകാരന്മാർക്ക്, അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ടെസ്റ്റിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ ഉയർന്ന വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ തിളങ്ങാവുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അതേസമയം ഈ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് 5ൽ വരുന്നു എന്നുള്ളത് കൊണ്ട് സന്താനങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും. പൊതുവേ നമുക്ക് ഒരു പക്വമതിയായിട്ടുള്ള പ്രണയ പങ്കാളി ചിലപ്പോൾ ഈ സമയത്ത് അവർ കണ്ടെത്താൻ സാധ്യതയുണ്ട്. എങ്കിലും
ഈ സൂര്യനുമായിട്ടുള്ള യോഗമാണ് 5-ൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ബന്ധത്തിൽ പ്രത്യേകിച്ച് പിതാക്കൾക്കിടയിൽ ചിലപ്പോൾ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അതേസമയം നമുക്ക് ഈ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവങ്ങളൊക്കെ കുറയാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങൾക്ക്, അതുപോലെ നമുക്ക് ഈ വ്യവഹാരങ്ങൾക്കൊക്കെ വേണ്ടി പണം ചെലവ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സ്പിരിച്വൽ തലത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് ആത്മജ്ഞാനമൊക്കെ കൂടുന്നത്, ഈ അറിവ് കൂടുന്നത് പൊതുവെ നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലയിലൊക്കെ അംഗീകാരങ്ങൾക്കത് വഴിതെളിക്കും. കരിയർ തലത്തിലൊക്കെ ഗ്രോത്തിനത് സഹായകമാകും. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്നതാണ്. അധ്യാപകർക്കൊക്കെ ഗുണാനുഭവം, ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ പൊതുവേ നമുക്ക് നമ്മുടെ ഈ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. പുത്തൻ സ്റ്റാർട്ടപ്പുകൾ പ്ലാൻ ചെയ്യുന്നതിനും അനുകൂല സമയമാണ്. നമുക്ക് ബുദ്ധിശക്തിയൊക്കെ ഉയരുന്ന സമയമാണ്. ഇപ്പോൾ അച്ചടക്കത്തോടെയുള്ള ഒരു സേവനം മനോഭാവം ഈ സമയത്ത്, പ്രത്യേകിച്ച് അത് വ്യക്തിതലത്തിലും പ്രൊഫഷണൽ തലത്തിലുമൊക്കെ സാമ്പത്തിക തലത്തിലുമൊക്കെ തന്നെ ഉയർച്ചയ്ക്ക് അത് സഹായകമാകും എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈശ്വര കടാക്ഷത്തിൻ്റെ സമയമായിരിക്കും. 5-ൽ ആ ഗുരുവും ആ സൂര്യനും ഒക്കെ നിൽക്കുന്നത് ആത്മീയ ചിന്ത കൂട്ടും. വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ പഠനത്തിൽ ഊർജ്ജസ്വലത കൂടുന്ന സമയമാണ്. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുന്ന സമയമാണ്. സൂര്യനും ഗുരുവൊക്കെ 11-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ക്രിയേറ്റീവ് തലത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങൾ വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇച്ഛാപൂർത്തി സ്ഥാനത്തൊക്കെ ഗുരുവിൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നതിനാൽ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധിക്കാൻ കഴിയുന്ന സമയമാണ്. സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ തന്നെ മെച്ചപ്പെടും. ഉന്നതരായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഭാവിയിൽ ഗുണം ചെയ്യുന്നതിനും അനുകൂല സമയമാണ്. ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാത്വിക ചിന്ത, നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ ഈ 5-ലെ സൂര്യൻ്റെയും ഗുരുവിൻ്റെയും യോഗം കൊണ്ട് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.